പരിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ ദുആ ഉണ്ടോ അതൊക്കെയും അധികവും ഈ വാക്കുകൊണ്ട് തുടങ്ങുന്നതാണ് അല്ലെ. റബ്ബന റബ്ബന ആതിന ഫിദ്ദുനിയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മഹാന്മാർ പറയുന്നുണ്ട് ഇവിടെ എവിടെയും റബ്ബനാന്റെ മുമ്പിൽ അള്ളാഹു യാ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്നതിൽ നിരോധനമൊന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പം നിങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ യാ റബ്ബന അല്ലെങ്കിൽ യാ റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഖുർആനിന്റെ ശൈലി നിങ്ങൾ എടുത്തു നോക്കിയാൽ റബ്ബനാന്റെ കൂടെ ഒരു സ്ഥലത്തും അത് യാ റബ്ബന എന്ന് ഉപയോഗിച്ചിട്ടില്ല. നോക്കിക്കോ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ, റബ്ബി അത്മിം ലനാ റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, റബ്ബി ഇന്നി. എല്ലാ സ്ഥലത്തും നോക്കിയാലും റബ്ബി റബ്ബന എന്നേ ഉള്ളൂ, യാ ഇല്ല. അതെന്തുകൊണ്ടാണ് യാ ഇല്ലാത്ത? അത് ഭയങ്കര ഒരു സംഭവമാണ്. വായിച്ചപ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി. മഹാന്മാർ പറയുന്നുണ്ട് യാ എന്ന് പറഞ്ഞാൽ അത് ഹർഫുൻ നിദാ ആണ്. ഹർഫുൻ നിദാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് യാ. ഒരാളെ നമ്മൾ എപ്പോഴാണ് വിളിക്കുക? അയാൾ ദൂരത്തുണ്ടാവുമ്പോഴാണ്. എനിക്കിപ്പോൾ ഔലക്കാനോട് ഒരു കാര്യം പറയണം. ഔലക്ക ദൂരത്താണെങ്കിൽ ഞാൻ യാ അബ്ദുല്ലാ എന്ന് പറഞ്ഞ് വിളിക്കണം. ഔലക്ക അടുത്താണെങ്കിലോ എനിക്ക് പറയാം അബ്ദുല്ലക്ക ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അബ്ദുല്ലക്ക ദൂരത്താകുമ്പോഴാണ് നമ്മൾ ഹർഫിൻ്റെ നിദായിൻ്റെ ഹർഫ് ഇട്ടിട്ട് യാ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടത്. അള്ളാഹു പറയാണ്, അടിമയെ നീ റബ്ബി റബ്ബന എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ ഹർഫിൻ്റെ നിദാ ഇട്ടിട്ട് ദൂരെയുള്ള ആളെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. നീ എന്നെ വിളിക്കുമ്പോൾ ഹർഫ് നിദാ എന്ന് ഇട്ടിട്ട് യാ അല്ലാ യാ റബ്ബി അതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. റബ്ബി എന്ന് വിളിച്ചാൽ മതി, റബ്ബന എന്ന് വിളിച്ചാൽ മതി. അപ്പം തന്നെ ഞാൻ ലബ്ബൈക അബ്ദി എന്ന് പറഞ്ഞ് നിനക്ക് ഞാൻ ഉത്തരം നൽകാട്ടോ എന്ന് പടച്ചവൻ പറയുന്നത് പോലെയാണ് പരിശുദ്ധ ഖുർആനിലെ റബ്ബന എന്ന പ്രയോഗം. ഒറ്റ സ്ഥലത്തും യാ ഇല്ല, എല്ലാ സ്ഥലത്തും റബ്ബന 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 റബ്ബന. പരിശുദ്ധ ഖുർആനെ അങ്ങനെ വായിക്കാൻ ശ്രമിക്കണം, അങ്ങനെ പഠിക്കാൻ വേണ്ടി അള്ളാഹുവിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.